അലമാര ഒതുക്കുവാണോ? അച്ഛൻ്റെ കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കുമായിരുന്നു. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, എന്നാലും പറയാം. ഈ ഇത്രയും തുണിയൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് വയ്ക്കുന്നതിൽ അർത്ഥമില്ല അമ്മേ. ഒന്നോ രണ്ടോ തുണി വല്ലതും അച്ഛൻ്റെ അലമാരി വെച്ചാൽ പോരെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കുകയല്ലേ നല്ലത്. അത് ശരിയല്ലേ, എന്തിനല്ലേ ഇങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ എടുത്തു വെക്കണേ? ഞാനത് അത്രയ്ക്ക് ഓർത്തില്ല. അല്ല, ഇത് അച്ഛൻ്റെ അലമാരയാണോ? അമ്മയുടെ തുണിയൊക്കെ ഇവിടെ? അച്ഛൻ്റെ തുണികളുടെ കൂടെ എൻ്റെ ഡ്രസ്സുകൾ വയ്ക്കാൻ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. അതെന്താ അങ്ങനെ? അച്ഛനത് ഇഷ്ടമല്ലായിരുന്നു മോളെ. കല്യാണം കഴിഞ്ഞിടെയൊക്കെ എൻ്റെ തുണി ഇങ്ങനെ അലമാരി കൊണ്ട് വയ്ക്കുമ്പോൾ അച്ഛനെടുത്ത് വലിച്ചെറിയുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പിന്നെ കാര്യമാക്കില്ല, പിന്നെ മനസ്സിലായി അച്ഛനത് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ അട്ടപ്പെട്ടിയിലൊക്കെ വെക്കാൻ തുടങ്ങി. ഈ മറ്റേ ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അട്ടപ്പെട്ടി ഉണ്ടല്ലോ, അതിലൊക്കെ എൻ്റെ നല്ല നല്ല സാരികളൊക്കെ വെക്കാമെന്ന്. കുറച്ച് കഴിയുമ്പോൾ അത് പൂപ്പിലടിച്ചു. കുറേ സാരി എൻ്റെ കേടുവന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും അതിൽ തന്നെ ഇരിക്കണേ, കട്ടിലിൻ്റെ അടിയിലുണ്ട്. അമ്മ എന്തീ പറയണേ? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 2 കൊല്ലമായി. ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ മക്കളും മരുമക്കളും അറിയാത്ത എത്രയോ വാശികളോ സ്വഭാവങ്ങളോ അച്ഛനുണ്ടെന്നറിയോ? ഞാൻ പിന്നെ ഇതെല്ലാവരെയൊക്കെ അറിയിച്ചിട്ട് ഇപ്പം എന്ത് കാര്യം? അതുകൊണ്ട് ആരെയും അറിയിച്ചില്ല. എന്തായാലും അമ്മ അറിയിക്കാതിരുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനെ പറഞ്ഞെങ്കിലും മനസ്സിലാക്കായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 10-20 ദിവസമായില്ലേ. ഇപ്പോഴും ഞാൻ പറയാം, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും കേൾക്കില്ല. അച്ഛനൊടുക്കത്തെ വാശിയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് പറഞ്ഞുകൊണ്ട് ഇതിട്ട് ഒരു കാര്യമില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ തുണികളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അമ്മയുടെ തുണികൾ എടുത്ത് വയ്ക്കാൻ നോക്കാം അലമാരിയിൽ. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ഒരു ഷർട്ടോ മുണ്ടോ മാത്രം വെച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വെക്കണ്ട. ബാക്കി സ്ഥലത്ത് അമ്മയുടെ തുണി വെക്ക്. അല്ല മോളെ, അത് പിന്നെ അമ്മേ, എല്ലാ കാലത്തും പൂപ്പലരിച്ച് പോകേണ്ടതല്ല അമ്മയുടെ തുണികൾ. ഇനിയെങ്കിലും അമ്മ ജീവിക്കേ. ആ ഏട്ടാ വരുന്നത്, ഞാൻ അവിടെ അല്ലട്ടെ. അമ്മ തുണി എടുത്ത് വയ്ക്ക്. എന്തു പറ്റി അമ്മ? വയ്യേ? എന്താണെന്നറിയില്ല മോളെ, നല്ല തലവേദന, അനക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ അമ്മ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നേ? അമ്മയ്ക്ക് റെസ്റ്റ് എടുത്തൂടെ? ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അയ്യോ വേണ്ട മോളെ, അച്ഛനറിഞ്ഞ ദേഷ്യപ്പെടും. ഇന്നത്തേക്ക് പിന്നെ അത് മതി. അച്ഛന് പുറത്ത് ഭക്ഷണമൊന്നും ഇഷ്ടമല്ലാന്ന് മോക്കറിയത്തില്ലേ? വേണ്ട, എത്ര വയ്യായി ഉണ്ടെങ്കിലും ഈ വീട്ടിലെ അടുപ്പ് പുകയണമെന്ന് അച്ഛൻ പറയാറ്. അമ്മ ഇനിയിപ്പോൾ അച്ഛൻ പോയല്ലേ. പെട്ടെന്നൊരു ദിവസം അച്ഛൻ എവിടെയൊക്കെ ഉള്ള പോലെ തോന്നി. അച്ഛന് പുറത്തെ ഭക്ഷണമൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ, മോക്കറിയാലോ. മോള് കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഒരു ദിവസം എനിക്ക് പനിച്ചിട്ട് വല്ലാണ്ടായിപ്പോയായിരുന്നു. അച്ഛൻ പൊതുവെ ആശുപത്രിയിൽ കൊണ്ടുപോകത്തില്ല. അച്ഛൻ എന്തെങ്കിലും അസുഖം വന്നാൽ അച്ഛൻ പെട്ടെന്ന് കൊണ്ടുപോകും. എനിക്കെന്തെങ്കിലും വന്നാൽ അച്ഛൻ എന്നാ ഏതാന്ന് പോലും ചോദിക്കില്ല, എങ്ങനെയുണ്ടെന്ന് പോലും ചോദിക്കാറില്ല. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കാര്യമാക്കിയില്ല. ഞാൻ വയ്യാണ്ട് കിടക്കുമായിരുന്നു. എൻ്റെ വയ്യായി കണ്ടിട്ട് മനു പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. മേടിച്ചുകൊണ്ട് വരണത് അച്ഛൻ കണ്ട് അച്ഛൻ ആ ഭക്ഷണം എടുത്ത് തേങ്ങീച്ചോട്ടിലെടുത്ത് കളഞ്ഞ് വയ്യാണ്ട് പനിച്ച് കിടന്ന എന്നെ ചെവിടത്തേക്ക് ഉറങ്ങാൻ തന്നിട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കണേന്ന് പറഞ്ഞു. ഇന്ന് പനിച്ച് അത്രയും വയ്യാണ്ട് നിന്ന് ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് എല്ലാവരും ഒന്ന് കഴിച്ച്. അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ എന്നായിരുന്നു അച്ഛൻ. അത്രയ്ക്ക് ഒരാളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും പുറത്തുനിന്ന് ഭക്ഷണം ഒക്കെ ഇഷ്ടമല്ലായിരുന്നു. അമ്മ, ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞ് ഞാൻ ഒന്ന് കിടക്കട്ടെ, തലേന്ന് പൊളിയാ മോളെ. അമ്മ കിടന്നോ? ഞാൻ ഫുഡ് ഓർഡർ ചെയ്തോളാം. മോളെ എന്തേലും മതി, ഒത്തിരി പൈസയ്ക്കൊന്നും വാങ്ങല്ലേട്ടാ. അമ്മ എന്താ അമ്മ നിലത്ത് കിടക്കുന്നേ? മോളെ ഞാൻ നിലത്താ കിടക്കാറ്, ദേ ഈ ബെഡിൽ. ഇതേ ഈ കട്ടിലിൻ്റെ അടിയിലോട്ട് നീക്കിയിട്ടേക്കായിരുന്നു, അതാണ് നിങ്ങൾ കാണാഞ്ഞേ. അമ്മ എന്തേ പറയണേ? കട്ടിലുണ്ടായിട്ട് എന്തിനാ നിലത്ത് കിടക്കണേ? അത് പിന്നെ അച്ഛൻ്റെ കൂടെ ഞാൻ കട്ടിലേക്ക് കിടക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നാങ്ങാണ്ട് ഒരു ദിവസം കട്ടിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ കാലിലങ്ങാണ്ട് അച്ഛൻ്റെ ദേഹത്ത് തട്ടിയെന്നും പറഞ്ഞ് അച്ഛൻ എന്നെ ഒരു ചവിട്ടി. 2 ആഴ്ചത്തേക്ക് വേദനയായിരുന്നു, അടിച്ച് വീണിട്ടേ. അന്ന് മനുവിൻ്റെ അച്ഛൻ പറഞ്ഞതാ, ഇനി മേലെ കട്ടിലേക്ക് കിടക്കരുത്, നിലത്ത് കിടക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് ഈ ബെഡും മേടിച്ചു തന്ന്. അന്നോട്ട് ഞാൻ ബെഡില, വർഷം കൊതിയായി. എൻ്റെ അമ്മ, എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് വിഷമാവുന്നു. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അമ്മ, അച്ഛനിപ്പോൾ ഇല്ലല്ലോ, അമ്മ കട്ടിലേക്ക് കയറി കിടക്ക്.
അയ്യോ, നിലത്ത് കിടന്ന് ഇപ്പോൾ കട്ടിലിൽ കിടക്കാനേ തോന്നാറില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല. അമ്മ എത്ര നാളാണ് ഈ തണുപ്പത്ത് കിടക്കുന്നേ? ഇത്രയും നാൾ കിടന്നു. ഇനി വേണ്ട. അമ്മ എണീറ്റേ, കട്ടിലിൽ കയറി കിടക്കാൻ നോക്കിയേ. അമ്മ എണീറ്റേ. ഇനി ഈ കിടക്ക ഇവിടെ വേണ്ട. കിടക്ക ഉള്ളതുകൊണ്ടല്ലേ നിലത്ത് കിടക്കണേ. അമ്മ കട്ടിലിൽ കയറി കിടക്കും. ആ, അമ്മ ഇവിടെ നിൽക്കുമായിരുന്നോ? അമ്മേ, ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി തയ്ച്ചതാ. എന്നാ. മോളെ, ഞാൻ ചുരിദാർ ഇടാറില്ലല്ലോ, സാരിയല്ലേ എടുക്കാറ്. അമ്മയ്ക്ക് ചുരിദാർ ഇടാൻ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അച്ഛൻ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ ഇത്രയും നാൾ ഇടാതിരുന്നേ. മോള് പറഞ്ഞത് ശരിയാ, എനിക്ക് ചുരിദാർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആയിരുന്നു കേട്ടോ, ഇപ്പല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചുരിദാർ തന്നുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ചുരിദാറൊക്കെ തന്നുവിടുക പറയുമ്പോൾ അത്രയും എൻ്റെ ഒരു ഇഷ്ടപ്രകാരം എൻ്റെ വീട്ടിൽ തന്നു കിട്ടിയ ആ ചുരിദാർ മനുവിൻ്റെ അച്ഛൻ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് അന്നൊരു താക്കീത് തന്നു എനിക്ക്, ഇനി വീട്ടിലകത്താണേലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാണേലും സാരി അല്ലാണ്ട് വേറെ ഒന്നും ഇട്ടേക്കരുതെന്ന്. അതേ പിന്നെ ഞാൻ ഈ സാരിയായി മാറി. ഈ വീട്ടിൽ നൈറ്റി ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സാരി എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് പോലും അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഈ ഭർത്താവ് മരിച്ച് 10-20 ദിവസമായിട്ടുള്ള ഞാൻ ഈ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടത്. അമ്മേ, അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നൊക്കെ നോക്കി ജീവിക്കാനിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ കുഴിച്ചു മൂടേണ്ടി വരും. ഇത്രയും കാലം അച്ഛൻ്റെ കീഴിൽ ഒരു ശബ്ദം ഇല്ലാണ്ട് അമ്മ ജീവിച്ചു. ഇനിയെങ്കിലും അമ്മയുടെ ആഗ്രഹത്തിനകത്ത് ജീവിക്കേ. ആരെന്ത് പറഞ്ഞാലും അമ്മ നോക്കണ്ട, അമ്മ അത് കാര്യമാക്കണ്ട. എന്നാലും അല്ല, മനു എന്ത് വിചാരിക്കും? അമ്മ, മനുവേട്ടനും ഇഷ്ടമാണ്. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചുരിദാർ വാങ്ങിച്ചതും തയ്പ്പിച്ചതൊക്കെ. അമ്മ, അച്ഛൻ്റെ പോലത്തെ ഒരു ക്യാരക്ടറല്ല മനുവേട്ടൻ്റെ. അപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അമ്മ ഇതൊന്ന് ഇട്ട് നോക്ക്. ഞാൻ അത്രയും ആഗ്രഹിച്ച് തയ്പ്പിച്ചതല്ലേ. ഒന്നിട്ടിട്ട് വാ. എന്നാലും മോളെ, അമ്മ പോയിക്കേ പോ. മോളെ, അമ്മ നല്ല രസമുണ്ട്. അമ്മയ്ക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. അമ്മയുടെ പകുതി പ്രായം കുറഞ്ഞ പോലെ നന്നായിട്ടുണ്ട് അമ്മേ. മോളെ, എനിക്കിത് ശരിക്കും നാണക്കേടാവുന്നു. എനിക്ക് ചേരുന്നുണ്ടോ? അമ്മ സത്യമായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. അമ്മ ഇനി അമ്മ ചുരിദാർ ഇട്ടാൽ മതി. അമ്മ സാരി ഒന്നും എടുക്കണ്ട. അമ്മ വീട്ടുകാർ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അമ്മ. ഇനിയെങ്കിലും അമ്മയുടെ ആഗ്രഹത്തിനകത്ത് ജീവിക്കേ. ഇത്രയും കാലം അമ്മ ഒരു ജയിലിലാണ് കിടന്നേ. കഴിഞ്ഞു. അപ്പം ഇനിയെങ്കിലും അമ്മ സ്വാതന്ത്ര്യത്തോടെ അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്ത് ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം ജീവിക്കേ. പോട്ടെ, കഴിഞ്ഞൂട്ടാ. ഇനി അമ്മ ചുരിദാർ ഇട്ടാൽ മതി. നന്നായി ചേരുന്നുണ്ടമ്മേ അമ്മയ്ക്ക്. അതുകൊണ്ട് മനുവിനെ ഒന്ന് കാണിച്ചു നോക്കട്ടെ. അവർ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ. ഞങ്ങളുടെ ചെല്ലട്ടെ. കള്ളല്ലേ?